ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വഴക്കും ബഹളവും ഒക്കെയായിരുന്നു. എടാ എടി പോടാ പോടി എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട്. മെയിനായിട്ട് അനുവും അക്ബറും തമ്മിലായിരുന്നു വഴക്ക്. ഇതിനിടയ്ക്ക് രേണു അവരെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിനെ പറ്റിയും പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അക്ബർ ഖാൻ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് സോറി പറഞ്ഞതല്ലേ എന്ന്. അപ്പോൾ രേണു പറയുന്നുണ്ട്, നിന്റെ സോറി ഒന്നും എനിക്ക് ആവശ്യമില്ല. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഞാൻ സോറി പറഞ്ഞു, സ്വീകരിക്കാതിരിക്കുന്നത് നിന്റെ ഇഷ്ടം. ശരിക്കും പറഞ്ഞാൽ മാപ്പ് പറയാൻ വേഗത്തിൽ കഴിയും. പക്ഷേ ഒരാളുടെ മനസ്സിൽ ഏൽപ്പിച്ച മുറിവ് മാപ്പ് പറഞ്ഞപ്പോഴേക്കും അത് മാറുകയൊന്നുമില്ലല്ലോ. അത്യാവശ്യം ആ പറഞ്ഞ അയാൾക്കെതിരെ ഒന്ന് പൊട്ടിത്തെറിക്കുകയെങ്കിലും വേണം. അതാണ് രേണു ചെയ്തത്. അക്ബറിനെതിരെ നന്നായി ഒന്ന് പൊട്ടിത്തെറിച്ചു. അതുകൊണ്ട് തന്നെ രേണുവിൻ്റെ മനസ്സിനേറ്റ വേദന കുറച്ചൊക്കെ അങ്ങ് മാറിയിട്ടുണ്ടാകും. ഇതിനിടയ്ക്ക് രേണു വിധവ കാർഡ്, വുമൺ കാർഡൊക്കെ ഇറക്കുന്നുണ്ട്. അത് വേണ്ടിയിരുന്നില്ല. പിന്നീട് രേണുവിനെ പറഞ്ഞ് അനുമോൾ മനസ്സിലാക്കുന്നുണ്ട്. അനു പറയുന്നുണ്ട്, ചേച്ചിയെപ്പറ്റി മാത്രം പറഞ്ഞുകൊള്ളൂ, മൊത്തം സ്ത്രീകളെപ്പറ്റിയും വിധവകളെപ്പറ്റിയും അടച്ചാക്ഷേപിച്ച മാതിരി പറയണ്ട എന്ന് പറയുന്നുണ്ട്. അത് പിന്നീട് രേണുവിന് മനസ്സിലായി. ശരി, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല, പക്ഷേ എനിക്ക് എന്നെപ്പറ്റി പറയാമല്ലോ. ഏതായാലും രേണു അക്ബറിനെതിരെ പ്രതികരിച്ചത് വളരെ നന്നായി. ഓമന പേര് ഇടാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. പക്ഷേ സെപ്റ്റിക് ടാങ്ക് എന്നുള്ളത് ഒരിക്കലും ഒരു ഓമന പേരല്ല. ശരിക്കു പറഞ്ഞാൽ അക്ബർ രേണുവിനെ അങ്ങനെ വിളിച്ചത് വളരെ മോശം തന്നെയാണ്. അത്രയ്ക്കും ദുഷിച്ച മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു ഇരട്ട പേര് ഒരാളുടെ മേലിൽ ചാർത്താൻ കഴിയുകയുള്ളൂ. രേണു അക്ബറിന് കൊടുത്തത് വേട്ടപ്പട്ടി എന്നാണ്. അതും അത്ര നല്ല പേരൊന്നുമല്ല. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്, ആദ്യത്തെ ചാൻസ് അക്ബറിനായിരുന്നു. അതുകൊണ്ട് അക്ബറാണ് ആ മോശം പേര് രേണുവിന് ആദ്യം ചാർത്തി കൊടുത്തത്. പിന്നെയാണ് രേണുവിൻ്റെ ചാൻസ് വന്നത്. എത്രയായാലും അതിൻ്റെ ഒരു വാശിയും വൈരാഗ്യവും വെറുപ്പും സങ്കടവും ഒക്കെ രേണുവിനും കാണുമല്ലോ. അതുകൊണ്ടായിരിക്കാം ആ പേര് സെലക്ട് ചെയ്തത്. എല്ലാവരുടെ മുൻപിൽ വെച്ചും അത് എത്രയോ ആൾക്കാർ കാണുന്ന ഒരു റിയാലിറ്റി ഷോയിൽ ഇത്രയ്ക്കും മോശമായ വേഴ്സ് രേണുവിന് നൽകിയപ്പോൾ അക്ഷണം രേണുവിൻ്റെ മുഖഭാവം മാറുന്നത് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു. അപമാനഭാരത്തിൽ ചുരുങ്ങി നിൽക്കുന്നത് പോലെ അങ്ങനെയൊക്കെയായിരുന്നു തോന്നിയിരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.